ഹലോ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പൊ തമിഴ്നയിൽ കണ്ട ഈ വിഷയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോണത്, PCOD. അപ്പോൾ അതാ ഇവിടെ ഈ നോട്ട്ബുക്ക് എടുത്ത് ചെയ്യുന്നതിന് മെയിൻ കാരണം ഇത് തന്നെയാണ്. ഈ PCOD വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് മറവിയാണ്. അതുകൊണ്ട് എന്താണ് ഈ സംസാരിക്കാൻ പോണത് എന്നതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് റെസ്റ്റായിട്ട് എഴുതി വെച്ചേക്കാണ്. അപ്പോൾ ആദ്യം തന്നെ പറയാം, PCOD ഉണ്ടെന്ന് പറഞ്ഞത് ഒരു മാരക അസുഖമാണെന്ന് വെച്ചാൽ അങ്ങനെ മാരക അസുഖമൊന്നുമല്ല. ഈ 2025 ഞാൻ ഏറ്റവും കേട്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 6-7 വർഷം PCOD ഉള്ള ഒരാളെ എങ്ങനെ പ്രഗ്നന്റ് ആയി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതെൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്ത് ട്രീറ്റ്മെന്റ് ആണ് നിങ്ങൾ എടുത്തത്, എങ്ങനെയാണ് കുട്ടികൾ ഉണ്ടായത് എന്നൊക്കെ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ ഈ സമൂഹത്തിൽ ഇപ്പോൾ ഒരു കല്യാണം മാത്രമല്ല, എന്ത് കാര്യത്തിനും ഒരു ചോദ്യം ഉണ്ടാകും. ഇപ്പോൾ കുറച്ച് കുറഞ്ഞു വന്നിട്ടുണ്ട്, ആൾക്കാരൊക്കെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും ആ ഒരു കല്യാണം കഴിഞ്ഞ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മൾ കേൾക്കേണ്ടി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, കുഞ്ഞുങ്ങൾ എന്തുണ്ടാകാത്തത്, ആർക്കാണ് പ്രോബ്ലം എന്ന്. ചിലര് അമ്പലത്തിൽ പോകാൻ പറയും, ചിലർ പള്ളിയിൽ പോകാൻ പറയും, ചിലർ വേറെ എവിടെയെങ്കിലും പോകാൻ പറയും, ചിലർ ഡോക്ടറെ കാണാൻ പോകാൻ പറയും. ആർക്കാണ് പ്രോബ്ലം? ഹസ്ബൻഡിനാണോ അതോ വൈഫിനാണോ പ്രോബ്ലം? ഇതൊക്കെ നാട്ടുകാർക്ക് എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കണം എന്നുള്ളൊരു ക്യൂരിയോസിറ്റി അവർക്ക് എപ്പോഴും ഉള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെയായിരുന്നു എൻ്റെ കാര്യത്തിലും. കല്യാണം കഴിഞ്ഞ ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് കുട്ടികൾ ഉണ്ടാകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഈ ചോദ്യങ്ങളൊക്കെ ഞാനും ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്നതാണ്. 2016 എനിക്ക് ഫസ്റ്റ് PCOD ഉണ്ടെന്ന് ഞാൻ അറിയുന്ന ടൈം. യഥാർത്ഥത്തിൽ എനിക്ക് പീരീഡ്സ് ആവുന്നതേ ഇഷ്ടമല്ലാത്ത ഒരാളാണ് എനിക്ക് 10th കഴിഞ്ഞതിന് ശേഷമാണ് ഫസ്റ്റ് പീരീഡ് തന്നെ ആവുന്നത്. ആ ടൈമിൽ എനിക്ക് വൊമിറ്റിങ്, എനിക്കില്ലാത്ത അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു. വൊമിറ്റിങ്, കൈകാൽ കഴപ്പ്, നടുവേദന, വയറുവേദന, എന്താ പറയുന്ന ഹെവി ബ്ലീഡിങ് എല്ലാം ആ ടൈമിൽ തൊട്ടേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പീരിയഡ്സ് ആവുന്ന അത്ര വലിയ താല്പര്യമുള്ള ആളല്ലായിരുന്നു. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. 2016 ആ ടൈമിലൊക്കെ ഞാൻ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ എനിക്കിത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. എനിക്ക് നിൽക്കാനോ എടുക്കണം, പീരിയഡ്സ് ടൈമിൽ എനിക്ക് നിൽക്കാനേ പറ്റിയിട്ടില്ല. പിന്നെ ഇറഗുലർ ആയിട്ട് പീരിയഡ്സ് വരുന്നത്, അത് ഒരു 3 മാസം 4 മാസം ഗ്യാപ്പിലൊക്കെയാണ് പീരിയഡ്സ് ഓരോ ടൈം വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം എന്നുള്ളൊരു ചിന്തയിലാണ് ജസ്റ്റ് ഒരു ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കുന്നതും. ചെക്ക് ചെയ്തപ്പോൾ PCOD ആണെന്ന് കണ്ടതും. പിന്നെ ഡോക്ടർ കുറച്ച് പീരിയഡ്സ് റെഗുലർ ആവാനായിട്ടുള്ള കുറച്ച് ടാബ്ലറ്റുകളും കാര്യങ്ങളൊക്കെ തന്ന് ഒരു 2-3 മാസമൊക്കെ ഞാൻ കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് പീരിയഡ്സ് റെഗുലറായി. പിന്നും ചങ്കര തെങ്ങിന്മേൽ തന്നെ എന്ന് പറയുന്ന നടക്ക് ഞാൻ കുറച്ച് നാൾക്ക് ടാബ്ലറ്റ് കഴിക്കാതിരിക്കും, വീണ്ടും പീരിയഡ്സ് ഇറഗുലറായിട്ട് വരും. ഒരു 3 മാസം 4 മാസം ഗ്യാപ്പൊക്കെ ഇട്ട് വരും. ഇത് തന്നെയായിരുന്നു കണ്ടിന്യൂസ്. ഞാൻ അത്ര മൈൻഡ് ചെയ്യാനും പോയിട്ടില്ല. എനിക്ക് പീരിയഡ്സ് ആവണ്ട എന്നുള്ളൊരു തോന്നലിൽ ഞാനിങ്ങനെ അങ്ങനെ വിട്ടു. 2019 ആയപ്പോഴത്തേക്ക് കല്യാണം കഴിഞ്ഞു. 2019 കല്യാണം കഴിഞ്ഞപ്പോൾ നമ്മുടെ കല്യാണം കഴിഞ്ഞ ടൈമിൽ ഞാനും ഹസ്ബൻഡും എടുത്തൊരു തീരുമാനം എന്ന് വെച്ചാൽ 5 വർഷം കഴിഞ്ഞിട്ട് നമുക്കൊരു കുട്ടികളെന്നുള്ളൊരു ചിന്തയായിരുന്നു തുടക്കത്തിൽ. അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു 2-3 വർഷം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു കുട്ടി വേണം എന്നുള്ള ചിന്ത വരും. അങ്ങനെ നമ്മൾ ട്രൈ ചെയ്തപ്പോൾ നമുക്ക് എന്തോ കിട്ടിയില്ല. അപ്പോൾ വിചാരിച്ചു ഇതിന് എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുക്കണം എന്നുള്ള ഒരു ചിന്ത അന്നേരമാണ് വന്നത്. അപ്പോഴും എന്നാൽ ഇതിനു വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് പോവാനോ അതിനുള്ള ടൈമൊന്നും കിട്ടിയില്ല. പിന്നെ ഹൈദരാബാദിൽ വർക്ക് ചെയ്ത ടൈമിൽ ഹോസ്പിറ്റലിൽ പോകണതൊക്കെ നല്ല ചിലവുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് പോയതുമില്ല. പക്ഷെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു തവണ ഞാൻ ഇങ്ങനെ പീരിയഡ്സ് ആയ ടൈമിൽ ജസ്റ്റ് തല കറങ്ങി വീഴുകയും എനിക്ക് ഫിക്സൊക്കെ വരികയും ചെയ്തു. അതേപോലെ വയറുവേദന, ഇതൊക്കെ ഹെവി ബ്ലീഡിങ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തൊട്ടടുത്തൊരു ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഈ PCODയുടേതാണ്, നന്നായിട്ട് ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് ആ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്ന ടൈമിൽ എനിക്കിത് സമയത്ത് ഫുഡ് കഴിക്കാനോ ഈ ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കാനോ ഇതൊന്നും പറ്റിയ ഒരു സാഹചര്യം അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊന്നും നോക്കിയതുമില്ല. പിന്നെ ഒരു കല്യാണം കഴിഞ്ഞൊരു 3 വർഷമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതെല്ലാം ചെക്കൊക്കെ ചെയ്തിട്ടും അവിടെ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ച് നാട്ടിലോട്ട് വരികയാണ് ചെയ്തത്. നാട്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് ഹസ്ബൻഡ് ദുബായിലോട്ടും പോയി. ആ ടൈമിൽ ഇത് പിന്നെ ഞാൻ വിചാരിച്ചു ഇത് നോക്കേണ്ട ആവശ്യമില്ല, PCOD പീരിയഡ്സ് അല്ലേ അതങ്ങ് വന്നോളും എന്നുള്ള ചിന്തയിലായിരുന്നു. പിന്നെ ഹസ്ബൻഡ് പോയിട്ട് തിരിച്ച് നാട്ടിൽ വരുന്നു, കുഞ്ഞ് വേണമെന്നുള്ള നമ്മളെ ഉറച്ച തീരുമാനമൊക്കെ വന്നു. ആ ടൈമിൽ എൻ്റെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു ഇവിടെ തൊട്ടടുത്തുള്ളൊരു ഡോക്ടറെ പേര് പറഞ്ഞു. പുള്ളിക്കാരിയെ പോയിന്ന് കണ്ടാൽ മതി, ഈ 5 വർഷമൊക്കെ കുട്ടികളില്ലാത്തവർക്ക് പുള്ളിക്കാരിയെ കണ്ട് കുട്ടികളൊക്കെ ആയിട്ടുണ്ട് എന്നിങ്ങനെ അറിഞ്ഞു. അങ്ങനെ ഞാൻ ആ ഡോക്ടറെ ഒന്ന് ജസ്റ്റ് പോയി കാണാൻ പോയി. അപ്പോൾ ഡോക്ടർ കണ്ടപ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന കാര്യമൊന്നും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഡോക്ടർ എനിക്ക് പീരിയഡ്സ് റെഗുലർ ആവാനായിട്ടുള്ള ടാബ്ലറ്റുകളാണ് ആദ്യം എഴുതിയത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കാൽഷ്യത്തിൻ്റെയും ഫോളിക് ആസിഡിൻ്റെയും ടാബ്ലറ്റുകൾ എഴുതി. അപ്പോൾ ഹസ്ബൻഡ് വരുന്നതിന് ഒരു 3 മാസം മുമ്പ് ഇത് കഴിച്ചിട്ട് വരണമെന്നും പറഞ്ഞു. ഫസ്റ്റ് ടൈം ഹസ്ബൻഡ് നാട്ടിൽ വന്നു ഈ സെയിം ടാബ്ലറ്റുകളൊക്കെ തന്നെ ഞാൻ എടുത്തത്.
പക്ഷേ ഒരു 2 മാസത്തെ ലീവിനാണ് പുള്ളി വന്നത്. പുള്ളി വന്നിട്ട് പോയി, ഞാൻ പ്രഗ്നൻ്റ് ആയില്ല. അത് കഴിഞ്ഞ് അടുത്ത തവണ പുള്ളി വരുന്നതിന് മുന്നേ ആയിട്ട്, പുള്ളി വരുന്നതിന് മുന്നേ അല്ല, ഞാൻ ഒരു 6 മന്ത് 7 മന്ത് ഗ്യാപ്പിൽ വെച്ച് വീണ്ടും ഡോക്ടർ ഒന്നും കൂടി കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോഴത്തേക്ക് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, അത്യാവശ്യം നന്നായിട്ട് വെയിറ്റ് ഉണ്ടാവുന്നുണ്ട്. 70 കിലോയിലാണ്ട്. ആ ടൈമിൽ എനിക്ക് 73-74 കിലോയോളം അടുപ്പിച്ച് വെയിറ്റ് ഉണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ ഡോക്ടറെ കാണാൻ പോണ ആ ടൈമിൽ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത്രയും വെയിറ്റ് പാടില്ല, ജസ്റ്റ് നമ്മൾ ഡയറ്റും എക്സസൈസും ഒക്കെ നോക്കണം. എന്നിട്ട് നമുക്ക് നാച്ചുറലി കൺസീവ് ആയില്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് നോക്കാമെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. ഇത്രയും വെയിറ്റ് കയറി പോണതും ഞാൻ അങ്ങനെ ഫുഡ് കഴിക്കുന്ന ഒരാളല്ല. ഞാൻ ഈ ഫുഡ് കഴിക്കൂലെന്ന് പറയുന്നില്ല, ഞാൻ എല്ലാത്തരം ഫുഡുകളും കഴിക്കും. പക്ഷേ അത് ഒരുപാട് കഴിക്കുന്ന ഒരാളാണെന്ന് വെച്ചാൽ അങ്ങനെയല്ല. ഞാൻ കുറച്ച് കഴിച്ചാലും പെട്ടെന്ന് വണ്ണം വെക്കുന്ന ടൈപ്പാണ്. ഈ PCOD ഉള്ളവർക്ക് പറഞ്ഞാൽ കുറച്ചുകൂടി കണക്റ്റ് ആവുമെന്ന് തോന്നുന്നു. അവർക്ക് പെട്ടെന്ന് വണ്ണം വെച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആ ടൈമിൽ ഞാൻ ഡോക്ടർ കണ്ട്, ഡോക്ടർ എനിക്ക് സെയിം നേരത്തെ കഴിഞ്ഞവണ എഴുതിയ ആ സെയിം ടാബ്ലറ്റുകൾ തന്നെ വീണ്ടും ഡോക്ടർ എഴുതി. അപ്പോൾ ഞാൻ കരുതി തൊട്ടടുത്ത ജിമ്മിലൊക്കെ ഒന്ന് പോവാന്ന് കരുതി ഇവിടെ അടുത്തുള്ള ഒരു ജിമ്മിൽ പോയി ജോയിൻ ചെയ്ത് 2-3 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ബോഡിയൊക്കെ ഒന്ന് അനങ്ങി തുടങ്ങിയപ്പോഴത്തേക്ക് മെൻ്റലി ഞാൻ തന്നെ തയ്യാറായി തുടങ്ങി. എനിക്ക് വണ്ണം കുറയ്ക്കണം, വെയിറ്റ് എല്ലാം നന്നായിട്ട് കുറയ്ക്കണം എന്നുള്ളത്. അതുകൊണ്ട് നന്നായിട്ട് ഡയറ്റ് ചെയ്തു. രാവിലെ ജിമ്മിൽ പോകുമായിരുന്നു, പോയിട്ട് വൈകിട്ട് വന്നിട്ട് അതാണ്ട് ഇപ്പൊ തുണി വിരിച്ചിട്ടേക്കുന്ന ഈ സാധനം എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. ഞാൻ ഒരു മാനുവൽ ട്രെഡ്മിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ കൂട്ടത്തിൽ ട്വിസ്റ്ററും ഉണ്ടായിരുന്നു. ഇത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. രാവിലെ ഞാൻ ജിമ്മിൽ പോകുന്നുണ്ടെങ്കിൽ വൈകിട്ട് ഞാൻ എന്തായാലും ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ഇതിൽ നടക്കുമായിരുന്നു. നടന്ന് പിന്നെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് വീട്ടിൽ എന്തെങ്കിലും പാട്ടൊക്കെ ഇട്ട് ജസ്റ്റ് തുള്ളുമായിരുന്നു. ഇതൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ടൈമിൽ എനിക്ക് എക്സസൈസ് ഇതും കൂടി ചെയ്തപ്പോൾ വെയിറ്റ് കുറയാൻ തുടങ്ങി. ഈ PCOD ഉള്ളവർക്ക് വെയിറ്റ് കുറയാൻ ഭയങ്കര പാടാണ്. നമ്മൾ എത്ര എക്സസൈസ് ചെയ്താലും വർക്കൗട്ട് ചെയ്ത് മരിച്ചിടന്ന് വർക്കൗട്ട് ചെയ്തെന്ന് പറഞ്ഞാലും നമുക്ക് ഭയങ്കരമായിട്ട് പാടാണ് വെയിറ്റ് കുറയാൻ. അതിന് നമ്മൾ ആദ്യം ഡയറ്റ് നന്നായിട്ട് എടുത്തേ വരും. ഡയറ്റിന് ഞാൻ മെയിനായിട്ടും ചെയ്തതെന്ന് വെച്ചാൽ ഗോതമ്പ്, അരി, ഈ സാധനങ്ങൾ, ചോറ് ഐറ്റംസ് പൂർണ്ണമായിട്ടും കട്ട് ചെയ്തു. ചോറ് ഐറ്റംസ് കഴിക്കാറേ ഇല്ലായിരുന്നു. അതിന് പകരം ഞാൻ ഫ്രൂട്ട്സ്, ആദ്യമൊക്കെ എന്നാണ് വെജിറ്റബിൾസ് മാത്രം കഴിച്ചു. അപ്പോൾ എനിക്ക് എണീറ്റ് നിൽക്കാൻ വയ്യ, തല കറങ്ങിയൊക്കെ വീഴുന്ന കണക്കൊക്കെ തോന്നി. എനർജിയൊക്കെ പോയി, എന്തോ പോലെ ഒരു അവസ്ഥയെന്ന് പറയില്ല, അതായി. ആദ്യം 2 തവണയൊക്കെ പോയ ടൈമിൽ, ജിമ്മിൽ പോയ ടൈമിൽ അവിടെ തന്നെ തലകറങ്ങി വീണു. വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു, ഞാൻ തലകറങ്ങി വീഴുന്നു. വീണ്ടും വർക്കൗട്ട് ചെയ്തു, തലകറങ്ങി വീഴുന്നു. ഇത് തന്നെയായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ഡയറ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ പുതിയൊരു ഡയറ്റ് എനിക്ക് വേണ്ടി ഞാൻ തന്നെ പുതിയതായിട്ട് ഒരെണ്ണം ഉണ്ടാക്കി എന്ന് വേണമെങ്കിൽ പറയാം. അത് അത്ര അടിപൊളി ഡയറ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു പുതിയൊരു ഡയറ്റ് ഉണ്ടാക്കി, ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കി. ആ ഡയറ്റ് പ്ലാൻ അനുസരിച്ച് ഞാൻ ഫുഡ് കഴിക്കാൻ തുടങ്ങി. അതിൽ മുട്ടയും ചിക്കനും, കൂടുതലും മീൻ, ഫിഷ് കൂടുതൽ. നമുക്കിപ്പോൾ ഇവിടെ ഈ വർക്കല ഏരിയയിലേക്ക് കൂടുതൽ കിട്ടുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഫിഷാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് നമുക്ക് കിട്ടും. അതുകൊണ്ട് ഞാൻ അത് തന്നെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ട് അത് കഴിക്കാനായിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ അത് കഴിച്ചു തുടങ്ങി. രാവിലെ ഒരു 2-3 ദോശയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് പതുക്കെ കട്ട് ചെയ്ത് ഒരു ഇഡലി, ഒരു ദോശ, ഇതൊക്കെ കഴിക്കാൻ തുടങ്ങി. നമ്മൾ ഡയറ്റ് നന്നായിട്ട് എടുത്ത് കൂടെ വർക്കൗട്ടും കൂടെ ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ 74 കിലോയിൽ ഇരുന്ന വെയിറ്റ് ഒരു ഹസ്ബൻഡ് നാട്ടിൽ വരുന്ന ആ ടൈം ആയപ്പോഴത്തേക്ക് ഒരു 59 കിലോയിലൊക്കെ താന്നു. ആ 59 കിലോയിലൊക്കെ താന്നു വന്നപ്പോഴത്തേക്ക് നാച്ചുറലി എൻ്റെ ഫേസൊക്കെ ചേഞ്ച് ആയിട്ട് ഇങ്ങനെ വന്നു. ഇത് 2ാമത്തെ ദിവസമാണ് കേട്ടോ നമ്മൾ വീഡിയോ എടുക്കുന്നത്. കഴിഞ്ഞ ദിവസം പാതി വെച്ച് കട്ടായിപ്പോയി. നമുക്കിവിടെ ഒരു കുതിപ്പുണ്ട്. ട്രൈപോഡ് എപ്പോൾ എടുത്ത് വെച്ചാലും ആ ട്രൈപോഡ് എടുത്തുകൊണ്ട് പോയി കളിക്കുക എന്നുള്ളതാണ് മെയിൻ വിനോദം. അതുകൊണ്ട് അവൻ ഉറങ്ങുന്ന ടൈമിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ഡ്രസ്സൊക്കെ ചേഞ്ചായി പുതിയൊരു ലുക്കിൽ വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് നമ്മൾ വെയിറ്റ് ലോസ് ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിക്ക് ഉണ്ടാകുന്ന ചേഞ്ചാണ്. അത് നമ്മൾ എത്രമാത്രം കോൺഫിഡൻ്റ് ആയിട്ടും പുറത്തിറങ്ങാനും അല്ലാതെ പല കാര്യത്തിനും ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് അന്നാണ് മനസ്സിലായി കേട്ടോ. നമ്മളിപ്പോൾ പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്ത് ആയാലും, പക്ഷെ അതെനിക്ക് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് തന്നൊരു കാര്യമായിരുന്നു ആ ടൈമിൽ. എന്നെ നന്നായിട്ട് വെയിറ്റ് ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പറഞ്ഞുകൊണ്ട് വന്ന് എൻ്റെ ആ ഫ്ലോ അങ്ങ് പോയി. പുതിയ ഒന്നും തുടങ്ങുമ്പോഴത്തേക്ക് എന്തോ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് പോലെ. അപ്പോൾ നമ്മൾ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്തു. ആ സമയത്ത് കൺസീവ് ആയി കേട്ടോ. വെയിറ്റ് ലോസ് ചെയ്ത് വെയിറ്റ് നന്നായിട്ട് കുറഞ്ഞപ്പോൾ തന്നെ എനിക്കുണ്ടായിരുന്ന കുറേ പ്രോബ്ലംസ് ഒക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാറി നാച്ചുറലി തന്നെ ഞാൻ കൺസീവ് ആവുകയും ചെയ്തത്, പ്രഗ്നൻ്റ് ആവുകയും ചെയ്തത്. അപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്നവരടുത്ത് ഞാൻ പ്രത്യേകിച്ച് യാതൊരു വിധ ട്രീറ്റ്മെൻറ്റും കുഞ്ഞുണ്ടാകാനെന്ന് പറഞ്ഞ് എടുത്തിട്ടില്ല. അപ്പോൾ എന്നെ പോലെ ഒരുപാട് പേര് PCOD ഉള്ള ആൾക്കാർ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല.
നിങ്ങൾ നാച്ചുറലി തന്നെ പ്രഗ്നൻ്റ് ആവുന്നതായിരിക്കും. അതിനുവേണ്ടി ട്രീറ്റ്മെൻറ്റുകൾ എടുക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആൾക്കാർക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാം. പക്ഷേ ട്രീറ്റ്മെൻറ്റ് എടുക്കാനൊന്നും കയ്യിൽ ക്യാഷൊന്നും ഇല്ലാത്ത ആൾക്കാർ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആരും വാക്ക് കേട്ട് എപ്പോഴും സങ്കടപ്പെട്ടിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അത്യാവശ്യം ഡയറ്റും കാര്യങ്ങളും എക്സസൈസും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആവാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ ഇനി എൻ്റെ ആഫ്റ്റർ പ്രഗ്നൻസിയിൽ എനിക്കുണ്ടായ കുറേ മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ ഇരിക്കുന്ന കോലം അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഈ കോലത്തിലേക്ക് വന്നത് പിന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, ഈ പ്രഗ്നൻസി അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര സംഭവമായിട്ട് കാണുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെ കുറിച്ചൊക്കെ അതൊരു പിന്നെ പ്രഗ്നന്റ് ഡെലിവറി കഴിഞ്ഞ് കിടക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അതിനെ കുറിച്ചൊക്കെ ഞാൻ ഒരു അടുത്തൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ടാറ്റാ.